ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ 14ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഒരു ഓൺ വീഡിയോ ഷോർട്സ് ആയിട്ട് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്സിൻ്റെ റോസ്മേരി വാട്ടറിനെ പറ്റി പറയാനായിട്ടാണ് കേട്ടോ. ഞാൻ 2 ദിവസമേ അത് യൂസ് ആക്കിയിട്ടുള്ളായിരുന്നു. പക്ഷേ അതായത് വീക്കിലി 2 ടൈം യൂസ് ആക്കണം എന്നായിരുന്നു അവരതിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസമേ യൂസ് ആക്കിയിട്ടുള്ളായിരുന്നുള്ളൂ. പക്ഷേ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു സെറം എഫക്റ്റ് ആയിരുന്നു, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഹെയർ ഫാൾ കൂടുന്നുണ്ട്. പിന്നെ നമ്മൾ പുതിയൊരു സാധനം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഹെയർ ഫാൾ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കറക്റ്റ് ആ ഒരു പ്രോപ്പർ വേയിൽ തന്നെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്തത്. കാര്യം ഞാൻ കുറേ വീട്ട് റിവ്യൂസൊക്കെ കണ്ടിട്ട് എങ്ങനെയൊക്കെ യൂസ് ആക്കണം ആ ഒരു രീതിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒന്നും പ്രശ്നമല്ലാന്ന് എനിക്ക് തോന്നി. ഇനി എൻ്റെ ഹെയറിൻ്റെ ടൈപ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ദിവസം ഞാൻ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോഴും മുടി നല്ല കൊഴിയുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം മീൻസ് വീക്കിലി 2 ടൈംസ്, അതിനകത്ത് രണ്ടാമത്തെ ദിവസം. ഓക്കെ, അപ്പം അതങ്ങനെ അപ്ലൈ ചെയ്ത ടൈമിൽ എനിക്ക് മുടി നന്നായിട്ടേ കൊഴിഞ്ഞു. എനിക്കപ്പം ഒരു നല്ലൊരു ടെൻഷൻ ഉണ്ടായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ മുടി നോക്കിയപ്പം കാണാം ഗൈസ്, എൻ്റെ മുടിയുടെ തുമ്പ് ഫുള്ള് നല്ല സ്പ്ലിറ്റൻസ്. ഇപ്പോൾ ഉണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ എനിക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നു, മുന്നോട്ട് ആപ്സിൻ്റെ റോസ്മേരി വാട്ടർ മാത്രം യൂസ് ആക്കി എൻ്റെ ഹെയർ ഞാൻ ഇത്രയും നാൾ തിരിച്ചു പിടിച്ച് എൻ്റെ ഹെയർ വീണ്ടും പോകുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച്, അതായത് ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഷാമ്പു, അതായത് നാച്ചുറൽ ഷാമ്പു മീൻസ് നമ്മൾ വാങ്ങുന്നതൊന്നുമില്ല, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നാച്ചുറൽ ഷാമ്പു ഞാൻ ട്രൈ ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നാളത്തെ വീഡിയോ മേ ബി നാച്ചുറൽ ഷാമ്പു ആയിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങളിപ്പം നമ്മുടെ വീട്ടിലെ റോസ്മേരി വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല കേട്ടോ, അത് തന്നെ യൂസ് ചെയ്തോളൂ. അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ചാനൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പാക്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. കാര്യം ഈ ഒരു 1 മന്ത് ഞാൻ നമ്മുടെ ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടറിൻ്റെ ആ ഒരു റിവ്യൂ, അതായത് ഹോണസ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ അത് ഞാൻ റിവ്യൂ ചെയ്യാനുള്ള ഒരു കാര്യത്തിലാണ്. കാര്യം അത് തീർച്ചയായിട്ടും അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും കേട്ടോ. അതിന് എനിക്ക് തോന്നുന്നു ഓക്കെയാണ്. പക്ഷേ കാര്യം 2 ദിവസം യൂസ് ആക്കിയിട്ടുള്ളെങ്കിലും എനിക്ക് അങ്ങനെയൊന്നും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണെന്നാണ് അർത്ഥം. പക്ഷേ എല്ലാവർക്കും അത് പിടിക്കുമെന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്നും ഒരു ഗ്രോത്ത് പ്രൊമോട്ടിന് നമുക്കൊരു വിശ്വാസത്തോടെ യൂസ് ചെയ്യാം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാട് നിങ്ങളങ്ങനെ വിശ്വസിച്ചൊന്നും യൂസ് ആക്കണ്ട. അപ്പം ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഇന്നത്തെ ഒരു ഷോർട്സ് ഇട്ടത്. അപ്പം ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു 1 മന്ത് നിങ്ങളുടെ കയ്യിലാണ് ഗൈസ്. അതായത് ഞാൻ വീട്ടിലുണ്ടാക്കിയ റോസ്മേരി വാട്ടർ യൂസ് ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ യൂസ് ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഹെയർ പാക്സ് നിങ്ങൾക്ക് യൂസ് ആക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 മന്തിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ ആ ഒരു രീതിയിലേക്ക് വരും. ഹെയർ പാക്സും ഈ ഒരു ആപ്സിൻ്റെ റോസ്മേരി വാട്ടറും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ആയിരിക്കാം. ഓക്കെ, അപ്പം ആപ്സിൻ്റെ എന്തെങ്കിലും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം, നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ആക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ബൈ, സീ യു.